ഇതാണ് പ്രസന്റേഷൻ. ഒരു ഡോക്ടർ ആണോന്നല്ലേ നാൻസിയുടെ ആഗ്രഹം? മീനാക്ഷി. ഓ ഐ എം സോറി മീനാക്ഷി. ഇനിയും നന്നായി പഠിക്കണം, ബെസ്റ്റ് മാർക്കോടെ തന്നെ. ആഗ്രഹങ്ങളൊക്കെ വലുതാ സാറേ. അന്നന്ന് കൂലിപ്പണിയെടുത്ത് കഴിഞ്ഞുകൂടുന്ന കുടുംബത്തിലെ കുട്ടിയത്. ഏയ് അതൊന്നും ഒരു പ്രശ്നമാക്കണ്ടെന്നേ. പിന്നെ മണി പ്രോബ്ലം. എന്താവശ്യം വന്നാലും എന്നെ ഒന്ന് അറിയിച്ചാൽ മതി. ഐ വിൽ മാനേജ്. എന്തായാലും മീനാക്ഷിയുടെ ആഗ്രഹം നടക്കണം. തനിക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്. എക്സ്ക്യൂസ് മീ. ഈ കഴിച്ചയും സ്വർണത്തിന്റെ അല്ല ഇരുമ്പിന്റെ. നീ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കാ പോയേട്ടാ, അങ്ങനെ ചോർച്ച പറയണ്ട. അത് കഴുകി വൃത്തിയാക്കി അടിയിൽ സിമന്റ് വെതറിയിട്ടിരിക്കുക. ഒന്ന് വലിയട്ടെ, എന്നാലേ പരിക്കിനിടാൻ പറ്റുള്ളേ. സിമന്റ് വലിയുടേന് മുമ്പ് നീ ഇവിടുന്ന് വലിയാതിരുന്നാ മതി. തീരുമാലി നേരം കളയാണ്ട് വേഗം പണിയെടുക്കണം. എങ്ങനെയുണ്ട്? ആഹാ, നല്ല ഉഗ്രം ചുടിദാർ, അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താ ഇതിന്റെ അകത്ത്? വാച്ച്. ഇത് ആർക്കാ? നിന്റെ അനിയത്തി ശ്രീദേവിക്ക? അല്ലല്ല. പിന്നെ അത് 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 പിന്നെ ഓ, ആ പെണ്ണിനായിരിക്കും, നിന്റെ സൊൽഗാടിക്ക്. പരീക്ഷ ജയിച്ച അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പുതിയ സൈക്കിള് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങുന്ന. അതെ അതെ അതെ. നിനക്കെന്താ തലക്ക് സുഖമില്ലേ? ഉറുമ്പ് അരിമണി സ്വരുക്കൂട്ടി ഉണ്ടാക്കും പോലെ കൂട്ടിച്ചേർത്ത പൈസ എടുത്ത് ഒരു സമ്മാനം അത്രേ പൊട്ടാൻ. ഇതൊന്നും ഉള്ള കണ്ണി പിടിക്കില്ലടോ. ഇതിലും വലിയ സമ്മാനം ഉള്ള കയ്യിൽ ഒരുത്തം കെട്ടിക്കൊടുത്തിരിക്കണ്, അറിയോ? നല്ല അസൽ ഒരു കൈച്ചെയിൻ, സ്വർണത്തിന്റെ. ബംഗ്ലാവിലെ പൈസക്കാരൻ കൊടുക്കുന്നത് നേരിട്ട് ഞാൻ കണ്ടതാ. അവളാണെങ്കിലോ ചില കല്യാണ പെണ്ണിനെ പോലെ കൈനീട്ടി കൊടുത്തത്. അതൊന്നും കാണണമായിരുന്നു. ഇനിയിപ്പോ അവളുടെ പഠിത്തത്തിനുള്ള പൈസയും കൂടി അയാളെ ഇറക്കണത്. ഞാൻ എന്റെ ഈ ചെവി കൂടി കേട്ടതാ. ഇത് കേസ് പോക്കാണെന്ന് എനിക്ക് തോന്നണത്. പെണ്ണാണെങ്കിലോ കൊഞ്ചിക്കൊഴിഞ്ഞ് ഏത് സമയത്തോടെ തന്നെ. വാലിട്ട് കണ്ണെഴുതുന്ന ജാതിയല്ലേ, വിശ്വസിക്കാൻ കൊള്ളില്ലടോ. നീ എന്ത് പണിയായി കാണിച്ച്? കാശ് കൊടുത്ത് വാങ്ങിയ സാധനം തോട്ടിലേക്ക് വലിച്ചെറിയേ, നനഞ്ഞു പോയില്ലേ അത്? ഇതിന് പോവില്ലേ സാറേ? കുറച്ച് എണ്ണ തേച്ചാൽ മതി, പൊയ്ക്കോളും. ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. ഈ വണ്ടി കയറാൻ വലിയ ആഗ്രഹമാണത്രേ ഇദ്ദേഹത്തിന്. നടക്കട്ടെ, കേറ്. അമ്മണിയമ്മ വരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ പോയിട്ട് വരൂ. ഓക്കെ. ഞാനും വേണ്ട വേണ്ട. അടുത്തടുത്തിരുന്ന് ഇങ്ങനെ കാണുമ്പോ രണ്ടാളും നല്ല ചേർച്ചയുണ്ട് അല്ലേ മണിയടുത്തി? അതേടാ, അവന്റെ സമയം സൂപ്പറാ. വെടി വെച്ചാ പോലും കൊള്ളില്ല. അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പണിപ്പെട്ടിട്ടും ഒന്നും അങ്ങോട്ട് ഏറ്റില്ലല്ലോ. ഹോ, എന്താണിപ്പോ ചെയ്യാ? എന്താണിപ്പ ചെയ്യാന്ന് പറഞ്ഞ ഈ ശങ്കുരു ഒന്ന് ആലോചിക്കട്ടെ. ഒരു പുക എടുക്കണ ഐഡിയ വരാൻ നല്ലതാ. വലിക്കടാ, ആഞ്ഞു വലിച്ചോ. ഐഡിയ ഇങ്ങോട്ട് പോരട്ടെ. എന്റെ അമ്മേ, കളയല്ലേ കളയല്ലേ കളയല്ലേ. ഒരു തകർപ്പൻ ഐഡിയ. എന്താ? ഇത് ഏറ്റാൽ ഒന്നുകിൽ അവൻ ഇവിടം വിട്ട് ഓടിക്കോളും, അല്ലെങ്കിൽ നമ്മൾ ഇവിടം വിട്ട് ഓടേണ്ടി വരും. എന്താ പറയാം. ഏത് കോടീശ്വരനായാലും ശരി, ഈ ശങ്കരന്റെ കൂർമ്മ ബുദ്ധിയോട് അടുക്കലിട ഒരുത്തനും അവനെ ഇവിടന്ന് ഞാൻ പറപ്പിക്കണം. നീ കണ്ടോ? നീ എന്താ കടന്ന് മുക്കണത്? നിനക്ക് വെളുക്കിരിക്കണ കാണാനല്ലോ. വരാതെ എങ്ങനെ കാണാനാ? വിട്ടെ വിട്ടെ വിട്ടെ, നോക്കട്ടെ. വിട്. നീ കളവെടുക്കട്ടെ. വിട്ടെ, ഇങ്ങിട്ടെ. കറക്റ്റ് കറക്റ്റ്. പ്രാർത്ഥിച്ചോ. രാമ 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 ഭാഗ്യം രാമപാദം ജയ. മതി 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 മതി. ഈ മെഷീൻ അങ്ങോട്ട് പിടിച്ചേ, തള്ളിക്കേ. പിടിച്ചോ. നല്ല ഭാരമുണ്ട്. ഈശ്വര, അവനെ പറപ്പിച്ചു തരണേ.
പിടിച്ചോ, പിടിച്ചോ. ഇപ്പൊ ഞാൻ പറഞ്ഞു പോനെ കൊല്ലു ഞാൻ അരപ്പൊട്ടാ. ഇത് പിടിച്ചേ നോക്കട്ടെ. കാണുന്നില്ലല്ലോ. വരണ്ട് വരണ്ട് വരട്ടെ ദേ വരണ്ട് വരട്ടെ. എത്തിയ എത്തി വിട്ടോ വിട്ടോ കൊണ്ടില്ല, ജസ്റ്റ് മിസ്ഡ്. ഐഡിയ പൊളിഞ്ഞ്. എന്താടി വീണത്? ശങ്കരു പിന്നെ എവിടെ പോയി? എന്റെ പൊന്നു പെങ്ങാമാരെ, വേണോന്ന് വെച്ച് വീണതല്ല, പറന്നു പോണ വഴിക്ക് വീണതാ. ക്ഷമിക്കണം. അങ്ങനല്ല, അതെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ ഓക്കെ ആയും ചെയ്തു. അവർക്ക് കഴിക്കാനൊന്നും കൊടുക്കണ്ടേ? ഇത് എന്നെ ഇപ്പൊ കഴിക്കുന്ന സംശയമാ. നമ്മളെ പോലെ നടക്കുന്നിടത്തുനിന്ന് കിട്ടിയത് വാരി വലിച്ച് കഴിക്കുന്ന കൂട്ടരല്ല ഇത്. തമ്പുരാക്കന്മാരാ. അവർക്കൊക്കെ എല്ലാത്തിനും ഒരു ചിട്ടവും കൃത്യമൊക്കെ ഉണ്ട്. വേഗം കൊണ്ട് കൊടുത്തോളൂ. എല്ലാം ഒരുക്കിയില്ലേ? ഐസക്കിനുള്ള ഭക്ഷണത്തില് എണ്ണ, എരിവ്, പുളി ഇതൊക്കെ ആവുന്നത്ര കുറയ്ക്കണം. ശരി തമ്പുരാൻ. ആ പിന്നെ ചൂടുവെള്ളം, മെഴുക്കളക്കാനുള്ള താളി, രാസ്നാദി ചൂർണം എല്ലാം ഇല്ലേ? അതെല്ലാം ഉണ്ട്. ആ എന്നാ പിന്നെ താമസിക്കണ്ട. ശരി. അമ്മായി എന്തായി പറയുന്നത്? പെൺകുട്ടികൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഇതുവരെ എത്തിച്ചതന്നെ ധാരാളം. അവക്ക് പഠിക്കണമെന്നുണ്ട് മാധവ. ഇനിയിപ്പോ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം. ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ കുട്ടിയല്ലേ. അതിന്റെ പഠിപ്പ് മുടക്കാന്ന് പറഞ്ഞാ ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. അതൊക്കെ ദൈവം പുറത്തോളും. എന്റെ കഷ്ടപ്പാട് ദൈവത്തിന് നല്ലോണം അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് അല്ലറച്ചില്ലറ ജോലിയേ ഉള്ളൂ. അവര് സ്വന്തം കുട്ടിയെ പോലെ നോക്കുകയും ചെയ്യും. തെല്ലും മുനയും പൊട്ടാണ്ട് മാസാമാസം 3000 റുപ്യ ശമ്പളമായിട്ട് കൈ കിട്ടുന്നതാ. എന്താടി കയ്യിലൊരു ചെയിൻ? സ്വർണത്തിന്റെയാ? ഏയ്, ഇന്നലെ ഇതിലൊരു വളച്ചട്ടി പോയപ്പോ 25 റുപ്യ കൊടുത്ത് വാങ്ങിയതാ. ആ പെട്ടെന്ന് കണ്ടപ്പോ സ്വർണ്ണമാണെന്ന് തോന്നി. അയ്യോ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെ കളിയാക്കാണല്ലേ? എനിക്കറിയാം. ഒരു കുരങ്ങനെ പോലെ എന്നെ കളിപ്പിച്ച് നീ നിന്റെ മറ്റവന്റെ കൂടെ നടക്കാന്ന്. അയ്യോ, ദൈവത്തോടത്ത് പോയി ഇവിടുന്ന്. ഇല്ല, ഞാൻ പോവില്ല. നിക്കവിടെ, എനിക്കറിയണം. എന്താണ് നിനക്ക് അറിയേണ്ടത്? ഞാൻ വീട്ടിൽ കയറി ഒന്ന് പെമ്പിളാരെ കയറി പിടിക്കുന്നതാ. എനിക്കറിയില്ല അച്ഛാ. ഇവിടെ അടുത്തുള്ളൊരു ചെക്കനാ. സ്വഭാവത്തിൽ കുറവാ അതിന്. മോനെ വേണ്ട മാധവ, ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാ. അതിന് പ്രാന്താ. പ്രാന്താണെങ്കിൽ വല്ല ആശുപത്രിയിലും കൊണ്ടുവരണം.